നേതാക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു വലിയ മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഒരു തെറ്റിദ്ധാരണയുണ്ട്. നേതാവെന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കണം, ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഇരിക്കണം, നിൽക്കണം, അല്ലെങ്കിൽ മാറിയിരിക്കാൻ പറഞ്ഞാൽ മാറിയിരിക്കണം, മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കണം. പക്ഷെ നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിനെ ചുമ്മാ നിങ്ങളുടെ കയ്യിലൊക്കെ ഫോണും ഗൂഗിളും ഒക്കെ ഉണ്ടല്ലോ, ഉമ്മൻചാണ്ടി വിത്ത് പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഗൂഗിൾ ഫോട്ടോ സെർച്ച് ചെയ്ത് നോക്കുക. ഒരു 50 ഫോട്ടോ എങ്കിലും വരും. അദ്ദേഹത്തിന്റെ ചുറ്റും നമ്മൾ ഈ പറയുന്ന പോലെ പ്രമുഖരായ സ്ഥലത്തെ പ്രമുഖരായ ആളുകളും പ്രമുഖന്മാരായ നേതാക്കന്മാരൊക്കെ നിപ്പുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ ശ്രദ്ധ തൊട്ട് മുൻപിൽ നിവേദനമായിട്ട് നിൽക്കുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണയായ ഒരു മനുഷ്യന്റെ മുഖത്താണ്. ഒരു നേതാവെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആദ്യം വേണ്ടുന്ന ഗുണമെന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് ആത്മാർത്ഥത്തോടെ കേൾക്കാനും മുഴുവൻ കേൾക്കാനുമുള്ള ഒരു സന്നദ്ധതയും ക്ഷമയുമാണ്. ഉമ്മൻചാണ്ടി സാർ നമുക്കറിയാം, അദ്ദേഹം ചിലപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഓടി അടുത്ത പരിപാടിക്ക് പോകാൻ നിൽക്കുക. അപ്പോഴായിരിക്കും ഒരു സാധാരണക്കാരെ മനുഷ്യ ഒരു നിവേദനമായിട്ട് വരും. എല്ലാവരും തടഞ്ഞു നിർത്തി അദ്ദേഹം പേപ്പർ വായിച്ചു നോക്കും. സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് ഓക്കെ സെക്രട്ടറിയുടെ കയ്യിൽ കൊടുത്തേക്കാം, അദ്ദേഹം നോക്കിയിട്ട് അഭിപ്രായം പറയും. പക്ഷേ ഇതേ അതല്ല, അത് അവിടെ നിന്ന് മുഴുവൻ വായിച്ചു നോക്കി അത് അവിടെ വെച്ച് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കുന്നതിനെ ഉള്ള നടപടികൾ, ഇല്ലെങ്കിൽ പിന്നീട് ഞാനത് ഫോളോ അപ്പ് ചെയ്തോളാമെന്ന ഉറപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. ഇതാണ് ഒരു നേതാവിന് വേണ്ട ആദ്യത്തെ ഗുണം. മറ്റുള്ളവരുടെ പ്രശ്നം എന്താണെന്ന്, ഒരു മനുഷ്യന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇസ് ജസ്റ്റ് അനദർ മാൻസ് പ്രോബ്ലം. പക്ഷെ ആ വ്യക്തിക്ക് അത് അവന്റെ ജീവൻ മരണ പ്രശ്നമാണ്. ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങളെ സംബന്ധിച്ചോളം അത് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് തിരിച്ചറിഞ്ഞ് അവരുടെ പ്രശ്നം കേൾക്കാനുള്ള മനസ്സ് സാക്ഷാൽ ഉമ്മൻചാണ്ടി സാറ് കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു യഥാർത്ഥ നേതാവ്. അദ്ദേഹത്തിന്റെ മരണശേഷം നമ്മൾ കണ്ട ആ ജനപ്രളയത്തിന്റെ കാരണവും ഇത് തന്നെയാണ്. അദ്ദേഹം ഹി ഹാഡ് ഇയേഴ്സ് ഫോർ എവരിബഡി. അദ്ദേഹത്തിന് എല്ലാവർക്കും വേണ്ടി സമയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ജനസമ്പർക്ക പരിപാടിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു സെമിനാറോ അല്ലെങ്കിൽ 1-2 ആഴ്ച നീണ്ടുന്ന സെമിനാറോ പോരാ. കാരണം 53 വർഷത്തെ അദ്ദേഹത്തിന്റെ ഈ MLA ആയിട്ടുള്ള ജീവിതവും അതിലും മേലുള്ള പൊതുജീവിതവും 24/7 ജനസമ്പർക്ക ജീവിതം നയിച്ച ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി സാറ്. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ജനസമ്പർക്ക പരിപാടി തീർച്ചയായിട്ടും ഇന്നിവിടെ പറഞ്ഞ പോലെ 52 നിയമനിർമ്മാണങ്ങൾ ആ ഒരു ജനസമ്പർക്ക പരിപാടി വഴി നടന്നിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന 52 നിയമനിർമ്മാണം ഈ ഒരു സർക്കാർ, നമുക്കറിയാം പല സർക്കാരുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു സർക്കാരിന്റെ ടെനുവറിന്റെ സമയത്ത് പോലും ചിലപ്പോൾ ഒരുപക്ഷെ 52 ഇതുപോലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണ പ്രക്രിയ നടക്കുന്നുണ്ടാവില്ല. പക്ഷെ അതാണ് ഈ ജനസമ്പർക്ക പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ ലക്ഷ്യം അതായിരുന്നു. ആ ലക്ഷ്യം അദ്ദേഹം സാധിച്ചെടുക്കുകയും ചെയ്തു.